മമ്മൂക്ക മൂവിയായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ചിത്രം മറ്റന്നാൾ അഥവാ 23-ാം തീയതി വ്യാഴാഴ്ച തിയേറ്ററിൽ എത്തുകയാണല്ലോ. ഇപ്പോൾ ദ സിനിമയെക്കുറിച്ചുള്ള അനേകം അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കർണാടകയിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത റിലീസാണ് ഡൊമിനിക്കിന് കിട്ടാൻ വേണ്ടി പോകുന്നത്. കാരണം അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. രാജ് ബി ഷെഡ്ഡിയുടെ ലൈറ്റർ ബുദ്ധ ഫിലിംസ് ആണ് അവിടുത്തെ തിയേറ്ററിൽ സിനിമ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഏരിയാസും കാര്യങ്ങളെല്ലാം അവർക്ക് നന്നായിട്ട് അറിയാം. മമ്മൂക്ക രാജ് പി ഷെട്ടി തമ്മിലുള്ള ഒരു സൗഹൃദമാണ് ഇത്തരത്തിൽ ഡൊമിനിക്കിൻ്റെ വിതരണം ലൈറ്റർ ബുദ്ധ ഫിലിംസിൻ്റെ കൈകളിലേക്ക് എത്താനുള്ള കാരണം. മമ്മൂക്കയുടെ മുന്നേ റിലീസായ ടർബോ എന്ന് പറയുന്ന സിനിമ ഈ ഒരു ടീം തന്നെയായിരുന്നു കർണാടകയിൽ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സൗഹൃദവും അതോടൊപ്പം തന്നെ ടർബോ എന്ന സിനിമയിൽ മമ്മൂക്കയുമായിട്ട് കോമ്പിനേഷൻ സീനുകളെല്ലാം അഭിനയിച്ച് ഒരു അടുപ്പം മമ്മൂക്കയും രാജ് പി ഷെട്ടിയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ലൈറ്റർ ബുദ്ധ ഫിലിംസിനെയും മമ്മൂക്കയെയും വീണ്ടും കൂട്ടിച്ചേർത്തിരിക്കുന്നത്. സിനിമയുടെ ഇന്റർവ്യൂസ്, പ്രൊമോഷൻ കണ്ടന്റുകളെല്ലാം ചോദിച്ചുകൊണ്ട് പലരും നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം ഉടൻ വരുമോ, പ്രസ് മീറ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ ഇന്നലെ രാത്രി ചിത്രത്തിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിയാകുമ്പോഴത്തിന് ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മമ്മൂക്കയെ പുറത്ത് വന്ന ഇന്റർവ്യൂ ഫോട്ടോ സെക്ഷനിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. വിനീതിനെയും ഗോകുൽ സുരേഷിനെയും കാണാൻ സാധിച്ചു. ഇന്നലെ രാവിലെ കുറച്ച് ഏരിയയിലെല്ലാം സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ടോട് കൂടെ കുറച്ചും കൂടെ ഏരിയയിൽ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിച്ചു. ഇന്നെന്തായാലും സിനിമ റിലീസാവുന്ന 75% സ്ക്രീനിലും ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിക്കപ്പെടും. ബുക്കിംഗ് തുടങ്ങിയ സ്ക്രീനിലൊന്നും വലിയൊരു ഓളം ഉണ്ടാക്കാൻ സിനിമയ്ക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇനി പ്രൊമോഷൻ മെറ്റീരിയലിൽ വന്നു കഴിഞ്ഞാൽ ബുക്കിംഗ് വേഗത കൂടുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇതാ ഡൊമിനിക് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഗൗതം വാസുദേവ് മേനോൻ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ധ്രുവ നക്ഷത്രം റിലീസ് ഡേറ്റ് ഉറപ്പിച്ച് തലേ ദിവസം രാത്രി അത് മാറ്റേണ്ടി വരുന്ന സാഹചര്യം വന്നപ്പോൾ ഞാൻ വളരെ തളർന്നു പോയിരുന്നു. എൻ്റെ ഫാമിലി കൂടെ ഉള്ളവർ എല്ലാവരും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത്. പക്ഷേ ഡിപ്രസ്ഡ് ആയിരുന്നു. ഡൊമിനിക് എന്ന സിനിമയാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. മമ്മൂട്ടി സാറിനെ പോലെ ഒരാൾ എന്നെ അംഗീകരിക്കുന്നു എന്നത് എനിക്ക് പോസിറ്റീവ് എനർജി തന്നത്. ചെറുപ്പം മുതൽ ആരാധിക്കുന്ന ഒരാളെ സംവിധാനം ചെയ്യുന്നതിൽ ഞാൻ ഒരുപാട് ഡിപ്രസ്ഡ് ആയി ചെയ്ത സിനിമയാണ് ഡൊമിനിക്. 50 ദിവസം പ്ലാൻ ചെയ്ത ഷൂട്ട് 45 ദിവസം കൊണ്ട് തീർന്നു. അതിൽ തന്നെ റെയിൻ കാരണം ഡിലേ വന്നു. ഇല്ലെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ സിനിമ തീർക്കാമായിരുന്നു. എൻ്റെ സിനിമ നേരിടുന്ന പ്രതിസന്ധി അറിഞ്ഞ് തന്നെയാണ് അദ്ദേഹം ഈ പടം പ്രൊഡ്യൂസ് ചെയ്തത്. അതിനൊക്കെയുള്ള ഒരു താങ്ക്സ് പോലെയാണ് പടത്തിൽ എൻ്റെ ഡയറക്ഷൻ ടൈറ്റിൽ ഞാൻ പ്ലേസ് ചെയ്തത്. ഗൗതം വാസുദേവ് മേനോൻ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഒരു സിനിമ വിജയമാവുകയാണെങ്കിൽ ഡൊമിനിക് എന്ന കഥാപാത്രത്തെ എടുത്തിട്ട് വേറെയും ഒട്ടനവധി സിനിമകൾ എൻ്റെ മനസ്സിലുണ്ട്. അത് ചെയ്യണമെങ്കിൽ ഈ ഒരു സിനിമ വിജയിക്കണം. 50 ദിവസം പ്ലാൻ ചെയ്ത് 45 ദിവസങ്ങൾ കൊണ്ട് തീർന്ന മൂവിയാണ് ഡൊമിനിക്. അതുകൊണ്ട് തന്നെ ആരും കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു ചെറിയ സിനിമയാണ് ഡൊമിനിക്. ആദ്യ ദിവസം തന്നെ ഈ ഒരു സിനിമ കാണാൻ ഉദ്ദേശിച്ചവരുണ്ടോ? എവിടെ നിന്നാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനുജനാസ്.